പ്രഭാത വന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷണങ്ങൾ എന്തു വന്നാലും പതറിടാതെ പ്രാർത്ഥനയാൽ പൊരുതി നിന്നിടും. പിതാക്കന്മാരുടെ കണ്ണുനീരിനെ വിലമതിച്ച ദൈവം എന്റെയും ദൈവം. പകലിലും ഇരവിലും ഞാൻ പാടിടും തലമുറയായി നാഥൻ ചെയ്ത നന്മകൾ. ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പിതാവ് പല ബിസിനസ്സുകൾ ചെയ്തിട്ടും എല്ലാം പരാജയത്തിൽ കലാശിച്ചു. വീടുൾപ്പെടെ എല്ലാം വിറ്റിട്ടും കടം ബാക്കിയായി. 4 മക്കൾ, അവരുടെ വിദ്യാഭ്യാസമൊക്കെ വഴിമുട്ടി. വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യം. ഒരു ചെറിയ ഷെഡ് വെച്ച് അതിൽ താമസം. സഹോദരങ്ങളും ഭാര്യയുടെ സഹോദരങ്ങളും ഒക്കെ നല്ല നിലയിലായിരുന്നിട്ടും അവരാരും ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒടുവിൽ അദ്ദേഹം മരിച്ചു. മക്കൾ ഓരോരോ തൊഴിലുകളിൽ ഏർപ്പെട്ടു. ഒരാൾ വിദേശത്ത് പോയി ജീവിതം പച്ചപിടിച്ചു. നല്ല ഒരു വീടൊക്കെ വെക്കുവാൻ ഇടയായി തീർന്നു. ഒരിക്കൽ ആ പിതാവിന്റെ പിതൃ സഹോദരൻ ഉയർന്ന ജോലിയും സാമ്പത്തിക സ്ഥിതിയുമുള്ളയാൾ വീട്ടിൽ വന്നു. സുഹൃത്തിന്റെ വാർദ്ധക്യത്തിലെത്തിയ അമ്മയെ അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ സുഹൃത്ത് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഞങ്ങളുടെ കഷ്ടതയുടെ കാലത്ത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ആരും തിരിഞ്ഞു നോക്കിയില്ല. അന്ന് കാണിക്കാത്ത സ്നേഹം ഇന്നെന്തിനാണ്? ഞങ്ങളെ ഒരിക്കലും ദൈവം കൈവിട്ടില്ല. ഞങ്ങൾ മുടങ്ങാതെ കത്തിക്കുന്ന വിളക്കിലെ തിരി ഇന്നും കത്തുന്നുണ്ട്. ആ തിരിയിൽ നിന്നുള്ള പ്രകാശമാണ് പ്രതീക്ഷയോടെ മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് പ്രചോദനമായത് എന്ന്. പ്രിയമുള്ളവരെ, സകലവും തകർന്നു പോകുമോ എന്ന് തോന്നത്തക്ക രീതിയിൽ കൊടുങ്കാറ്റിന് സമാനമായ പ്രതികൂലങ്ങളും കഷ്ടനഷ്ടങ്ങളും ആഞ്ഞടിച്ച വേളയിൽ അതിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. അങ്ങനെയുള്ള അവസരത്തിൽ യേശു കർത്താവിനോടുള്ള സ്നേഹവും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യവുമാണ് നമ്മയൊക്കെ പിടിച്ചു നിൽക്കുവാൻ സഹായിച്ചത്. ആരുമില്ലെങ്കിലും യേശുവുണ്ട്, അവൻ കൈവിടുകയില്ല എന്നുള്ള നിശ്ചയം തരുന്ന കരുത്ത് ഒരിക്കലും ചെറുതല്ല. വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും തിരി അണയുവാൻ ഇടയാവരുത്. കരിന്തിരി കത്തുകയും അരുത്. അന്ധകാരമായിട്ടുള്ള അനുഭവങ്ങളിൽ യേശു കർത്താവും അവിടുത്തെ സ്നേഹവും ദീപമായി ഉള്ളിന്റെ ഉള്ളിൽ കത്തിയെരിയണം. നാം അറിയാതെ തന്നെ അത് നമ്മെ മുൻപോട്ട് നയിച്ചുകൊള്ളും. ജീവിതത്തിൽ ഒരിടത്തും ഒരിക്കലും വഴിമുട്ടി നിൽക്കേണ്ടി വരികയില്ല. ഞാനാണ് വഴി എന്ന് പറഞ്ഞ കർത്താവിന് അറിയാത്ത വഴിയുണ്ടോ? സകലത്തെയും സൃഷ്ടിച്ചവനും ഭരിച്ചു നിയന്ത്രിക്കുന്നവനുമായവന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നമുക്ക് വേണ്ടി നമ്മുടെ അന്ധകാരം നീക്കുവാൻ ദൈവക്രോധത്തിന്റെ മഹാതീച്ചൂളയിൽ കത്തിയെറിഞ്ഞവൻ നമ്മെ വഴിയിലിട്ടിട്ട് പോകുമോ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞവനെ നാം അവിശ്വസിക്കേണ്ടതായിട്ടുണ്ടോ? നഷ്ടം വന്നാലും കഷ്ടം വന്നാലും ദൈവമേ, അങ്ങ് ഒരു അഗ്നിയായി എന്റെ ഉള്ളിൽ ഉണ്ടാകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അതിന് സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ബിന്ദു കൊച്ചമ്മ.